ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ദേ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കവിളത്തെ ജോയിൻറ്റിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദേ നമ്മൾ വളരെ താമസിച്ച് പോയിട്ട് തന്നെ ഏറ്റവും അവസാനത്തെ ചീട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ബുക്കിംഗ് ഒക്കെ ചെയ്ത് വന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ചീട്ടാണ്. അപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ അവിടെ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ദേ ആ ജനലിൻ്റെ അപ്പുറം നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അത് ഞാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ദേ കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ, കട്ട പോസ്റ്റും. അപ്പോൾ ദേ ഒത്തിരി പേര് ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അവസാനത്തെ ചീട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഡോക്ടർ ജിതിൻ ജോർജിനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡോക്ടറിനെ എല്ലാം കണ്ടിട്ട് അതേ മരുന്ന് മേടിക്കാനുള്ള വെയിറ്റിംഗ് ആണ്. ഇനി ഇവിടെയും കട്ട പോസ്റ്റാണ്, ഒത്തിരി പേര് ഇനി മരുന്ന് മേടിക്കാനുണ്ട്. അപ്പം നമ്മൾ അവിടെയും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു വ്യൂവിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ജനലിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ദേ തൊടുപുഴ ആറ്. അപ്പോൾ ദേ ആറിൻ്റെ സൈഡിലായിട്ടാണ് ഹോസ്പിറ്റലിലെ പാർക്കിങ്ങും വരുന്നത്. അപ്പോൾ ദേ അതിൻ്റെ അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു മരവും നിൽക്കുന്നുണ്ട്. അതിൽ ഇലകളൊന്നും ഇല്ല കേട്ടോ. അതേ ഒരു മഞ്ഞ പൂക്കളാണ് നിൽക്കുന്നത്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ആറിൽ നല്ല വെള്ളം കുറവാണ്. അപ്പം നമുക്ക് അടി വരെ ശരിക്കും കാണാം കേട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ചായക്കടയിൽ നിർത്തിയേക്കുവാണ്. ചായക്ക് എന്തെങ്കിലും പലഹാരം മേടിക്കാൻ